തീപിടുത്തമുണ്ടായി ഒരു മാസം പിന്നിട്ടിട്ടും പ്രവർത്തന സജ്ജമാകാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ട്രോമ ICU വിഭാഗങ്ങൾ തുണികെട്ടി മറച്ചാണ് താൽക്കാലിക ICU വാർഡ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മാർച്ച് 17-നുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് 32 ICU വെന്റിലേറ്റർ ബെഡുകളാണ് ഒഴിപ്പിച്ചത്. അടച്ചിട്ട ICU വാർഡുകൾ വീണ്ടും തുറക്കുന്നത് ചർച്ച ചെയ്യാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗം വിളിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, ഈ തീപിടുത്തത്തിൽ നശിച്ച അല്ലെങ്കിൽ പ്രശ്നമുണ്ടായ ഇടങ്ങളിൽ അവിടുത്തെ ആ മേഖലകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സർജിക്കൽ ട്രോമ ICU വിഭാഗങ്ങളാണ്. എന്തുകൊണ്ടാണ് അവിടെ ഈ സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കാത്തത്? തുണി കെട്ടി മറച്ചൊരു താൽക്കാലിക ICU വാർഡ് ആണല്ലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്താണ് ഇതിന് അധികൃതർ നൽകുന്ന വിശദീകരണം? കഴിഞ്ഞ മാർച്ച് 17-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടാകുന്നത്. 36 ബെഡുകളുള്ള സർജിക്കൽ ട്രോമ ICU വാർഡുകളാണ് ഒഴിപ്പിച്ചത്. ഒരു മാസം കഴിഞ്ഞിട്ടും വാർഡുകൾ പ്രവർത്തന സജ്ജമാക്കാനായില്ല. നിലവിൽ 7-8 വാർഡുകളിൽ മുണ്ടു വലിച്ചു കെട്ടിയാണ് സർജിക്കൽ ട്രോമ കെയർ വാർഡുകൾ പ്രവർത്തിക്കുന്നത്. തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കാഷ്വാലിറ്റിയിൽ ഗുരുതരാവസ്ഥയെത്തുന്ന രോഗികൾക്ക് ICU ബെഡുകൾ നൽകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ ഗുരുതര പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച സർജിക്കൽ വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കത്ത് നൽകിയിട്ടുണ്ട്. കാലതാമസത്തിന് പിന്നിൽ PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം ക്ലിയറൻസ് നൽകാത്തതാണ് എന്നാണ് ആശുപത്രി അധികൃതർ ഇക്കാര്യത്തിലെ വിശദീകരണം. ഈ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മെഡിക്കൽ പ്രിൻസിപ്പൽ യോഗം വിളിച്ചിട്ടുണ്ട്. വകുപ്പ് മേധാവിമാരും സൂപ്രണ്ടും ഇലക്ട്രിക്കൽ PWD ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.